Hi guys, welcome to OHF Flea Market Kochi. ചെറുതുണ്ടല്ലേ പറക്കും വേണമെങ്കിൽ പറക്കണ്ട ഇവിടെ ആവശ്യമുണ്ട്, ഇന്നത്തേക്ക് ആവശ്യമുണ്ട്. OHF Flea Market കാണാൻ വേണ്ടി സ്വിറ്റ്സർലൻഡിൽ നിന്ന് ജോഗന്റെ അമ്മയും അച്ഛനും സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു വന്നു. എന്താ കഴിച്ചേ? രാവിലെ പറ നാണം വന്നു. എന്താ പറഞ്ഞേ? ഞാനൊക്കെ ഔട്ടായി. അതെന്താ കറണ്ട് ഇല്ലാത്ത ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ബാങ്കോക്കിൽ നൈറ്റ് ഷോപ്പിംഗ് വൈബ് കൊടുക്കാൻ വേണ്ടിയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മുടെ OHF സീസൺ 5 ആണെന്ന് തോന്നുന്നു. സോ നമ്മുടെ OHF സീസൺ 5 കൊച്ചിയിൽ തുടങ്ങുവാണ്. ആദ്യം വരെ ഒത്തിരി ടൈമില്ല, വേഗം റെഡിയായി. ആസ് യൂഷ്വൽ വെപ്രാളത്തിൽ ഇനോഗ്രേഷൻ ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. ജെഫ്രി 11 മണിക്ക് നമ്മുടെ ഇനോഗ്രേഷൻ ആണ്. അല്ല, 11 മണിക്ക് നമ്മുടെ ഷോപ്പ് ഇവിടെ തുറക്കും. ആൾക്കാർ വരണം, അതുവരെ നമുക്ക് ഉള്ളതാണ്. ആദ്യം എന്റെ ലുക്ക് ഒന്ന് കാണിക്കും, എങ്ങനെയുണ്ട് ജെഫ്രി? എടുത്തിട്ട് വള്ളിയൊക്കെ തിരിഞ്ഞ് കളി കാണിക്കട്ടെ. ഇത് കണ്ടോ, ഓരോ വള്ളിക്കും നല്ല വിലയാന്ന് ഇതില് പറഞ്ഞത്. ഞാൻ കഷ്ടപ്പെട്ട് കൊറിയൻ എന്തോ മറ്റേ പോപ്പ് കളക്ഷന് K-pop കളക്ഷൻ ഒക്കെ തപ്പിപ്പോയി വാങ്ങിയതാണ്. അല്ലേ? ഓക്കെ, സോ അതിന്റെ ഏറ്റവും സംഭവം എന്റെ ലക്കി ഷൂസ് ആണ്. ജെർമി സ്കോട്ട് അഡിഡാസിന്റെ. ഇത് ദുൽഖർ നമ്മുടെ പടത്തിൽ ഇട്ടില്ലായിരുന്നോ? ഏതാ മറ്റേ ഏഞ്ചൽ? അത് കാണിച്ചില്ലല്ലോ. ഏത്? മറ്റേ ചെറുകുണ്ടില്ലേ? പറക്കും വേണമെങ്കിൽ പറക്കണ്ട ഇവിടെ ആവശ്യമുണ്ട്, ഇന്നത്തേക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇതാണ് എന്റെ ലുക്ക്. പക്ഷെ ജെഫ്രിന് ഇഷ്ടപ്പെട്ട പ്രിയയുടെ ലുക്കാണ്. സിമ്പിൾ പക്ഷെ എലഗന്റ് ആണ്. കൊച്ചുകുട്ടി നടന്നു വരുന്നു. അത് കേട്ടപ്പോ തന്നെ പ്രിയക്ക് രാവിലെ ഭയങ്കര എനർജി. അതെ, കൊച്ചുകുട്ടി പ്രിയയുടെ ലുക്കാ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നും കിട്ടാതെ ഇട്ട ഡ്രസ്സാണ്. പ്രിയ സ്കോർ. ആ മുടിയൊക്കെ വെട്ടിയേക്കണ മറ്റേ +2 പിള്ളേര് വെട്ടിയേക്കണ പോലെ. അന്ന് നല്ലൊരു ഫോട്ടോ എടുക്കാം, അവിടെ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. Happy birthday to you. Happy birthday to you. Happy birthday, dear Daddy. Happy birthday to you. Thank you so much. എല്ലാം ഉണ്ട്. ഇനി തുടങ്ങുന്നല്ലേ ഉള്ളൂ. പിന്നെ മമ്മി എന്തൊക്കെ വലിയ സംഭവമൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഞാൻ വിചാരിച്ചതാണ്. അപ്പൊ റെഡിയല്ലേ പൊളിക്കാൻ? അല്ലേ? വേദുവൻ ഗ്യാങ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വളർന്ന ആള് ചേച്ചി നത്താശ, വേദു. ഇതാണ് ഇവിടുത്തെ ഗ്യാങ് കേട്ടാ. ഇനി ദിയയും കൂടെ വന്നു കഴിഞ്ഞാൽ ഗ്യാങ് പൂർത്തിയായി. ദിയ വരും, ഉറക്കം വന്ന്. അപ്പൊ പ്രിയ പറഞ്ഞു. നമ്മുടെ ദില്ലു ഇന്ന് രാവിലെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പൊ വന്നപ്പോ തന്നെ ഞങ്ങള് ഗ്രീസിൽ വന്നു. എന്റെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഗ്രീസ്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അർജുനും നീനും കൂടെയാണ്. സോ താങ്ക് യു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി ലാസ്റ്റ് മിനിറ്റിൽ ചെയ്തു തന്നതാണ്. ഞങ്ങളിത് ഡെഡിക്കേറ്റഡ് ഫോർ യു ഗൈസ് ആണ്. ബിക്കോസ് സിൻസ് യു ആർ ട്രാവൽ വ്ളോഗേഴ്സ്, I think something decor should be like your part of it. Like you are also a part of it. Okay. It's not just Greece. എല്ലാം ഉണ്ട്. ടർക്കി ഉണ്ട്. അതെ, our favorite countries എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റും. യു നോ വൈ? നമ്മുടെ ഷോപ്പിന്റെ ഒരു ഹാപ്പി സ്റ്റോർ ഫുള്ളിന് വേണ്ടി ഫോട്ടോ ബൂത്ത് വാൾ. ഇതാണ് എക്സിബിഷന് വന്നിട്ട് ആർക്ക് കോഫി കുടിക്കണ ആരൊക്കെയാ? കോഫി കുടിക്കാൻ പോയി. ഭാര്യ ചൂടായി പോയിട്ടുണ്ട്. എവിടെയോ വിശന്നിട്ടൊന്നും കിട്ടുന്നില്ല. വിശന്നിട്ട് ഇടയ്ക്ക് 2-3 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഞാൻ അടുത്തൊന്ന് കുറെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഞങ്ങള് എനിക്ക് തോന്നി അത് ഓടിയെന്ന് രാവിലെ തന്നെ. തിരക്കുണ്ടല്ലോ.
അത് മതിയല്ലേ? അത് കേട്ടാ മതി. തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആയുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് പാക്ക്. വെരി വെരി ഹാപ്പി ഫോർ ദിസ് കണ്ടിന്യൂസ് സപ്പോർട്ട്. മുതലാളി നോക്കുക, എന്ത് വേണം. ഞാൻ വീഡിയോ എടുത്തോണ്ട് ഫുഡിന്റെ മണമൊക്കെ വരാൻ തുടങ്ങി. ഫുഡിന്റെ സെക്ഷൻ നല്ല പാക്ഡ് ആയി തുടങ്ങി കേട്ടാ. എന്താ പ്രിയക്കിപ്പോ വേണ്ട, ഞങ്ങൾ ഫുഡ് ടെസ്റ്റ് അത് പ്രിയ പോയാലേ കിട്ടുള്ളൂ കേട്ടോ ഇവർക്ക്. അതാണ് മെയിൻ തിങ്. ഓൾറെഡി പോയല്ല. ഇത് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് എപ്പോഴും നിറയുന്നത്. പാക്ക് ഞങ്ങളുടെ കൗണ്ടറും ഒക്കെ, പക്ഷെ ബാക്കിയുള്ള കൗണ്ടേഴ്സ് ആൾക്കാർക്ക് എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷനും ബ്രാൻഡ്സിനും എല്ലാവർക്കും ഒരു വാലിറ്റി അല്ലേ. എല്ലാവരും വെറ്റ് തീർന്ന് കാലിയായി പോട്ടെ. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ. വെരി ഹാപ്പി. ആൻഡ് ടുഡേ ഇസ് എ വീക്ക് ഡേ ഓൾസോ. അതിന്റെ ഇടയ്ക്ക് ഫുഡും എല്ലാം കിട്ടുമെന്ന് നോക്കാൻ പോവാണ്. എന്തായാലും തിരക്ക്. ജെഫ്രി വേർത്തു കഴിക്കും. നല്ലതാണോ? അത് മതി. ആനന്ദ്, ഹായ്. ആനന്ദ് നമ്മുടെ ബെസ്റ്റ് ഒരു സബ്സ്ക്രൈബർ ആണ്. അയർലൻഡിൽ നിന്ന് വന്നതാണ്. ഇന്നലെ എത്തിയുള്ളൂ. താങ്ക് യു. ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അയർലൻഡ് ഞാൻ വരുമ്പോ വിളിക്കും. ഓക്കെ. തിരക്കൊന്നും ഒതുങ്ങട്ടെ, ഇല്ലെങ്കിൽ ഇപ്പൊ തരാൻ ചാൻസ് കുറവാ. ഇതിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെ കയറി വാങ്ങും? മമ്മിക്ക് ഒരിക്കലും ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇത്തവണ ഒരു വെജ് വരെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫിലീസ് പനീർ സമൂസ. ഓ അടിപൊളിയല്ലേ ഡാഡി? വെരി ഗുഡ്. ഡാഡിയുടെ വെരി ഗുഡ് കേട്ടിട്ട് എത്ര കാലം ശരിക്കും പറയാ അല്ലേ? ബർത്ത്ഡേ ബോയുടെ ഫസ്റ്റ് മീലാണ് ഇന്നത്തെ. ഇനി അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളൂ. അത് ഫില്ലീസിന്റെ അതെ, ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ട് അത് ഞങ്ങള് നോക്കും. ആണല്ലേ? മെരിയൻ ട്രൈ ചെയ്തല്ലോ. ഭർത്താവ് വാങ്ങി തന്നോ? എന്താ അടിയായി സമാധാനായി. ഒരു അടി കണ്ടപ്പോ സമാധാനായി. ഞാൻ മാത്രം ഭക്ഷണം കഴിക്കാറില്ല, ഇവിടെ മറ്റേ ഭക്ഷണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എങ്ങോട്ടാ പോകുന്നത്? സോസ് കുടിക്കണം. സ്വസ്ഥമായിട്ട് ഹാൻഡ് മെയ്ഡ് മറ്റേ ഹോം മെയ്ഡ് സോസ് ആണ്. സോസിന് വിശക്കുന്നോ? ആ വാങ്ങി തരാം. എപ്പോഴും മേടിക്കുക. ഞങ്ങൾ എല്ലാരും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുക്കുവാണ്. കുനാഫ നമ്മുടെ ഈ ബ്രിട്ടോസിലൊക്കെ ഗോവയില് ഒരു ടോപ്പ് സെല്ലിംഗ് ഐറ്റം ഉണ്ട്, ക്രാബ് കേക്ക്. ആ ഒരു ഫ്ലേവർ വിത്ത് എക്സ്ട്രാ ക്രിസ്പിനെസ് ആണ്. പേരെന്താ? ബീഫ് ട്രയാങ്കിൾസ്. അത് നമ്മൾ ഫ്ലാറ്റിൽ കഴിച്ച ഫസ്റ്റ് ഐറ്റം തന്നെ. എങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നത്? ഇത് മോമോസ്. അത് കഴിച്ചു നോക്കി. ഇവരുടെ സാധാരണ മോമോസ് അല്ല, നല്ല വൈറ്റ് സോസ് ഒക്കെ ഇട്ടുള്ള ചീസി മോമോസ് ആണ്. എന്തായി വിശക്കുന്ന? ജെഫ്രി മോശം കാണിക്കുന്ന കേട്ടോ. പ്രിൻസിന് ഇത്ര സപ്പോർട്ട് ചെയ്തിട്ട് പ്രിൻസിന് കൊടുക്കാതെ. എന്തായി? അയ്യോ, അങ്ങനെ അറിയാതെ കൈവച്ച് നീട്ടല്ല കേട്ടാ. കൊള്ളാവാ മോമോസിന്റെ ക്രീമി. അത് ഞാൻ കണ്ടു. മോമോസ് കഴിഞ്ഞിട്ട് ക്രീം മൊത്തം നോക്കി കഴിക്കുന്നത്. അപ്പൊ ഇനി ബ്രേക്ക് എടുത്ത് കറങ്ങിട്ടൊക്കെ വരാം. ഒന്ന് സെറ്റ് ആവട്ടെ അല്ലേ? അതെ, ഫുഡ് കോർട്ടിൽ എല്ലാരും കൂടെ കഴിക്കാൻ വന്നിരിക്കും. അവിടെ യുദ്ധമാണ്, യുദ്ധം. വേഗം കഴിച്ചാൽ നമുക്ക് ബാക്കി പ്ലേ ഏരിയ പോവാം. ഒന്നും തന്നില്ല എന്ന് പറയണ്ട വിശന്നിരിക്കുന്ന ഭാര്യയ്ക്ക്. പിസ്താഷ്യോ ചിക്കൻ, ഡിപ്പ് പിസ്താഷ്യോ, വെളിയിൽ പിസ്താഷ്യോ, അകത്ത് പിസ്താഷ്യോ ചിക്കൻ. ഇത് ചിക്കൻ ബ്രസ്റ്റ് ആണ് അകത്ത്, അല്ലാതെ ഫില്ലിംഗ് കണ്ട. ഇത് പ്രോപ്പർ ചിക്കൻ ബ്രസ്റ്റ്, അല്ലാതെ കുറച്ച് മിൻസ് ചിക്കനും സവോളയും അങ്ങനത്തെ പരിപാടി അല്ല. അതാണ് എന്റെ ഒരു ഐഡിയ കേട്ടാ. കൊച്ചി തുടങ്ങുക അല്ലെങ്കിൽ കാലിക്കട്ട് തുടങ്ങുക, ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് കാണും. അതെ, നമ്മള് OH ഫ്ലീ മാർക്കറ്റിന്റെ വ്ളോഗ് എടുത്തിട്ടില്ല. എല്ലാം ഫുഡ് മാത്രം. ഇത് അടുത്തത് വരും ഇപ്പൊ. പ്രോൺസ് നല്ല ടേസ്റ്റാ. പ്രിയ, എനിക്ക് ഒരു കാര്യം കാണിക്കാനുണ്ട്. അതൊക്കെ ബാക്കിൽ തിരിഞ്ഞ 3 ബ്രാൻഡ് അംബാസിഡേഴ്സിനെ കാണാം. അതെ, നല്ല ഐഡിയ അല്ലേ? വെറുതെ അല്ല, ഭയങ്കര സെയില്. ഓണേഴ്സ് തന്നെ ഡ്രസ് ഇട്ട് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയി നിൽക്കുന്നു. നാളെ വേറെ ഡ്രസ് ആയിരിക്കോ? ഓ സൂപ്പർ. കേട്ടാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഐഡിയ. എന്നാലും നല്ല ക്ലോതിങ് ആണ്. കണ്ടില്ലേ മുതലാളിനെ? കണ്ടില്ലേന്ന്? ഇത് ആരോടാണ് നമ്മള് കല്യാണത്തിന് പോയി തകർത്തത്? അതെ. പിന്നെ എന്തായിരുന്നു ആ ഫുഡ്? ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് തുടങ്ങിയ കഴിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. ആര്? ഞങ്ങൾ നിർത്തിയിട്ടില്ലല്ലോ. നിങ്ങൾ അതിനിടയ്ക്ക് ഞാൻ ഓൺലൈനൊക്കെ ട്രെയിൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ ജമ്മു കാശ്മീര്, മറ്റേ വിയറ്റ്നാം, ഹിമാചൽ, അമേരിക്ക.
ഇത് ലാസ്റ്റ് നമ്മുടെ ഫുഡ് വ്ളോഗ് മാത്രമേ മാർക്കറ്റ് OHF ഫ്ലീ മാർക്കറ്റ് ഇത് നമ്മുടെ സബ്സ്ക്രൈബർ കൊണ്ടുവന്ന് തന്നതാണ്. മമ്മിയുടെ ഫ്രണ്ട്സ് ആരാ അത്? മമ്മിയുടെ ഫ്രണ്ട്സ് ആണോ? എല്ലാം സെയിം വൈബ്. നമ്മൾ ഇന്നലെ കാണിക്കാത്ത 2 ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രാൻഡ് ഉണ്ട്. അത് കാണിച്ചില്ലെങ്കിൽ മോശമാണ്. അവരുടെ വീഡിയോ നമ്മളിപ്പോൾ ഒന്ന് കാണിക്കാം. ഞാനൊരു അൾട്ടിമേറ്റ് ചോക്ലേറ്റ് ലവറാണ്. അതിനൊരു ചോക്ലേറ്റ് ലവറായിട്ട് എനിക്ക് ഏറ്റവും വാല്യൂ ചെയ്യുന്ന ക്വാളിറ്റിയാണ്. ഓക്കെ, സോ ഇത് പനസിയ ചോക്ലേറ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഫാം ടു ടേബിൾ. ഇവരുടെ ഓൺ ഫാം കാസർഗോഡിലാണ്. കാസർഗോഡിൽ നിന്ന് ഫാം തൊട്ട് ഇതിന്റെ പ്രോസസ്സ് പാക്കേജിങ് വരെ ഇവരുടെ കൺട്രോളിലാണ്. ആൻഡ് ദർ ഇസ് നോ പാം ഓയിൽ, അങ്ങനത്തെ ഫില്ലേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. ഇറ്റ് ഇസ് റിയലി ഡെലിഷ്യസ്. വീഗനും ഉണ്ട്, അല്ലാതെ നോർമൽ സംഭവം ഉണ്ട്. ആൻഡ് ബീൻ ടു ജാർ ഇതാണ് കോൺസെപ്റ്റ്. ഓൺലൈൻ സെയിൽസും ഉണ്ട്. നിങ്ങൾക്ക് മേ ബി ഇന്ത്യയിൽ കിട്ടുന്ന തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ചോക്ലേറ്റ് സ്പ്രെഡ്സ് ആയിരിക്കും. ഓവർ ഷുഗർ ഇല്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവർക്ക് നല്ല കുക്കീസും ഉണ്ട്. കുക്കീസും ഈ ചോക്ലേറ്റ് വെച്ച് തന്നെ ഉണ്ടാക്കുന്നതല്ല, ഈ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. സോ ഡെഫിനറ്റ്ലി യു ട്രൈ ഔട്ട്. ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പനസിയ ചോക്ലേറ്റ്. നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം. ഞാൻ പേഴ്സണലി ഗ്യാരണ്ടി ആണ്. കിഡിലൻ സ്പ്രെഡ് ആണ്. ഹാപ്പി അല്ലേ? ഇത് വേണം. അവിടെ ഫുള്ള്, ഇവിടെ ഫുള്ള്, ഇവിടെ ഫുള്ള്, എല്ലായിടത്തും ഫുള്ള്, ഈ മനസ്സും ഫുള്ള് അല്ലേ? ഇങ്ങനെ ആയിരിക്കണം 3 ദിവസം എന്റെ പ്രാർത്ഥന. പേൾ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു മെയിൻ വന്നിട്ട് കുട്ടികളുടെ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ആണ്. ക്രോഷ്യോ വർക്കിന്റെ ആണ്. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. കുട്ടികളുടെ ഫ്രം ഏതൊക്കെ ഏജാണുള്ള? ന്യൂ ബോൺ ടു 10 years വരെ ഗേൾസിന്റെ കണ്ടോ, നല്ല ഭംഗി. ഇതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിനുള്ള മാച്ചിങ് ആയിട്ടുള്ള ഹെഡ് ബാൻഡ്സും ഉണ്ട്. കണ്ടോ എന്ത് ഭംഗിയല്ലേ? അതിന്റെ കൂടെ ഷൂസ് ഉണ്ട്, ക്ലിപ്സ് ഉണ്ട്. ഹെയർ ബാൻഡ്സ്. അതുപോലെ തന്നെ ഇത് മൊത്തം ഇവരുടെ കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, കസ്റ്റം മെയ്ഡ് ആയിട്ട് ചെയ്തു തരും. ഭയങ്കര നല്ല, എനിക്ക് തോന്നുന്നു എന്താ പറയുന്നത്, എക്കോബ ഫാബ്രിക് ഒക്കെ പോലത്തെ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്. നൈസ്. കാലിക്കട്ട് ആണ്. ഇനി നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷനും കാണും. നൈസ്. നല്ല ഫീഡ്ബാക്ക് ആണ് പ്രൊഡക്ട്സിന്. സോ ഡെഫിനറ്റ്ലി ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാവുമല്ലോ. ആൻഡ് ഹൗ മച്ച് ലവ് ആൻഡ് കെയർ ഇസ് ഗോൺ ടു മേക്ക് ദിസ് ഡ്രസ്സസ്. സോ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ദം ഔട്ട്. ആൻഡ് നമ്മുടെ ഈ എക്സിബിഷൻസിലും കാണുവേ. ഡാഡിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ത് വേണം ഡാഡി? പ്രിയ വലിയ ആളെപ്പോലെ കൈ നീട്ടിയതാ. ആക്ച്വലി ഫേസ് പെയിന്റിങ്ങും മെഹന്തിയും എല്ലാം ഉണ്ട്. എപ്പോഴും കാണും. നമുക്ക് വേദന ബാറ്റ്മാൻ ആക്കുവാണ്. ഇപ്പൊ സൗണ്ട് ഒക്കെ മാറും ആദ്യം തന്നെ. എങ്ങനെയാ ഇത് ബാറ്റ്മാന്റെ സൗണ്ട്? എങ്ങനെയാ? ഓ, ആദ്യമായിട്ട് നമ്മുടെ ഉബ്രോ മോളിൽ കറണ്ട് പോയിരിക്കുന്ന ഈ ടൈമിൽ തന്നെ ഹോപ്പ്ഫുള്ളി ഉടനെ വരും. എല്ലാരും സൂക്ഷിക്കുക. ഇപ്പം എന്താ എന്റെ തൊപ്പി കളങ്ങുന്നുണ്ടോ? ഇപ്പോഴായിരിക്കും ബാറ്റ്മാന്റെ എൻട്രി. അത് എന്താ കറണ്ട് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ബാങ്കോക്കിൽ നൈറ്റ് ഷോപ്പിംഗ് വൈബ് കൊടുക്കാൻ വേണ്ടിയാണ്. എല്ലാരും കൂടെ എണ്ണിട്ട് ഇടിക്കും. അയ്യോ, അത് ബാക്കില് ഞാൻ ഇപ്പൊ കാണിക്കാം. സാജു ആണ്, നമ്മുടെ CA ആണ്, നമ്മുടെ ബഡിയും കൂടെയാണ് ഇത്. അപ്പൊ കറണ്ട് പോയപ്പോ സാജു പറയണേ ഡ്രസ് ഒന്നും കാണാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഒന്നും എടുക്കുന്നില്ല, ഞാൻ പോവാന്ന്. വൈഫ് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ അതെ കറണ്ട് വന്ന് ഇനി ഇവിടുന്ന് വാങ്ങിട്ട് പോയാ മതി. ഇനി ലൈറ്റ് ഉണ്ട് കേട്ടാ. മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ഓ, ശരിക്കും ബാറ്റ്മാൻ. ഓ, ആശിഷ് എടുത്തിട്ടുണ്ട് നല്ലത്. നമ്മുടെ നമ്പർ പ്ലേറ്റിന് വേണ്ടി എല്ലാരോടും ഒരു 25,000 രൂപ വെച്ച് പിരിവിടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ഷീണത്തില. ഇവിടെ പിള്ളേരും അതൊന്നുമില്ല. ഞാൻ ജഫ്രി ഒരു 50,000 രൂപ നമ്പർ പ്ലേറ്റിന് പിരിവാ. എടുത്തു വെച്ചു. 5 മിനിറ്റ് അത് തിരിച്ചു വരും. ഓക്കെ, ജസ്റ്റ് ഒരു റൗണ്ട് എടുക്കാം. ക്ലോസിംഗ് ടൈമായി. എന്തെങ്കിലും നമുക്ക് പറ്റിയതൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലും വെരി ഹാപ്പി നോ വിത്ത് ദ റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഡേ. ഹാപ്പി അല്ലേ? അത് മതി. ഫ്രണ്ടിന്റെ ആത്മാർത്ഥത കണ്ടാ? കോഫി വേണമെന്ന് പറഞ്ഞപ്പോ പാവം
ദൂരെ പോയി ദൂരെ മലകൾ താണ്ടിയാണ് ആള് പോയി കാപ്പി കൊള്ളുന്നത് അറിയോ? നിറച്ചുണ്ടായിരുന്നു എപ്പറും കുടിച്ചു കുടിച്ചാ വന്ന്. പിന്നെ താഴെ വരാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അതന്നെ ആത്മാർത്ഥത. അങ്ങനെയും കൊടുക്കാൻ പറ്റില്ലല്ലോ മുതലാളിക്ക്, അതുകൊണ്ട് കുടിച്ചു കുടിച്ചു വന്നു. എന്ത് വേണോ വേറെ. ക്ലോസിംഗ് ആയതുകൊണ്ട് ഫിലി സ്ട്രീറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് ആകുമ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു 50% ഓഫ് കിട്ടാൻ കുറച്ചേ കാണുകയുള്ളൂ. അവിടുത്തെ തിരക്ക് കണ്ട മേരിയാനുണ്ട് ഫ്രണ്ടില്. 50% വീഡിയോ എടുക്കാൻ പോയപ്പോഴേ ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാ? മേരിയാൻ. അന്തു വേറെ എവിടെയുണ്ട്. ഡാഡി എന്ത് വേണം? പൂ വരെ കിട്ടി ഡാഡിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. ഹാപ്പിയായി. ഡാഡിക്ക് കൊടുക്കുന്നുണ്ടെന്ന്. ഭയങ്കര ഡാഡി സ്പെഷ്യൽ ബർത്ത്ഡേ. താങ്ക് യു. ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday, dear daddy. Happy birthday to you. ചെയ്യണം ബ്രാൻഡിന്റെ കസ്റ്റമേഴ്സിനോടൊക്കെ. ആദ്യമായിട്ട് വരുന്ന ആദ്യം വരുന്നവർക്ക് കേക്ക് ബാക്കിയാണ്. ഡാഡിക്ക് ഇപ്പൊ ഭയങ്കര വിഷയം. ബാങ്കോക്ക് ഫാഷനിൽ വരുന്നവർക്കൊക്കെ നല്ല കിടിലൻ കേക്ക് ഉണ്ട് കോംപ്ലിമെന്ററി. അതിന്റെയാണ്. മമ്മി കണ്ട തിളങ്ങുന്ന നമ്മുടെ താരം. നാളെ മമ്മിയുടെ ബർത്ത്ഡേ. ഷിയുടെ വക ഗിഫ്റ്റും ഉണ്ട്. ഡാഡിയുടെ ഫേവറേറ്റ് സാധനമാണ് ചെടി. മമ്മിയും ഡാഡിയും കുഞ്ഞിനെ പോലെ സൂക്ഷിക്കുക ആ ചെടീനെ. കേട്ടല്ലോ, കേക്കൊക്കെ കഴിച്ചു എല്ലാവർക്കും കിട്ടി. എന്ത് വാടാതെ അല്ലേ? ഇതുപോലെ വാടാത്ത മുഖം. അതെ പിന്നെ അപ്പൊ ഡേ 1 റാപ്ഡ് അപ്പ്. എന്താ പറയാനുള്ളത്? ഡേ 1 വാസ് അമേസിങ്. ഞാൻ എന്താ പറയുക, നമ്മളെപ്പോഴും നമ്മുടെ സ്ഥിരം ആൾക്കാർ വരുന്നവർ ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ബാങ്കോക്ക് ഫാഷൻ മാത്രമല്ലാതെ ഫുൾ ബ്രാൻഡ്സിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും വിജയം. അപ്പൊ എൻഡ് ഓഫ് ഡേ 1 നാളെ ഡേ. ഇന്ന് വരാത്തവര് നാളെയും മറ്റന്നാളെയും വരണം. സോ വെൽക്കം ടു ഡേ 2 ഓഫ് OHF ഫ്ലീ മാർക്കറ്റ്. കുറച്ച് ലേറ്റ് ആയി, അതിന്റെ കാര്യം ഞാൻ പറയാം. പ്രിയ, ഗുഡ് മോർണിംഗ് ടു ഡേ 2. ഇന്നത്തെ ലേറ്റ് ആയ കാര്യം ശില്പയാന്ന് പറ. നമ്മൾ ശില്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ലേറ്റ് ആയതാന്ന് പറ. പ്രിയയുടെ ബെൽറ്റ്, പ്രിയ ഒരു 10 ബെൽറ്റിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് ലേറ്റ് ആയെന്നുള്ള സത്യാവസ്ഥ പറ പ്രിയ. അപ്പൊ അയ്യോ ഒബ്രമോള് തകർന്നു വീഴി തള്ളുകൊണ്ട്. സന്തോഷമാണ്. രാവിലെ തന്നെ ആൾക്കാർ വെയിറ്റിംഗ് ആകുമ്പോൾ കാണുമ്പോൾ ഒരു അരമണിക്കൂറേ വൈകിട്ടുള്ളൂ, എന്നാലും ഇറ്റ് ഇസ് ഗെറ്റിംഗ് പാക്ഡ്. അവനെ തന്നെ വേദുവിനെ അന്വേഷിച്ച് വന്നതാണ്. വേദു നല്ല ഉറക്കമാണ്. ഇപ്പൊ അവൻ എഴുതേക്കുമ്പോ അവന് വാശി വരും. എന്താ കഴിച്ചേ രാവിലെ? പറ പറ. നാണം വന്നു. എന്താ പറഞ്ഞ? ആണോ അല്ലേ? ഫുൾ നോൺ വെജ്. നമുക്ക് പറ്റിയ കമ്പനിയാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മാസ് പിക്കിളിന്റെ അമ്മ കൊണ്ടുവന്ന മൈസൂർ പാക്ക് അമ്മ കഴിക്കുന്നു. അമ്മമാർക്ക് കൊടുക്കും. പൊയ്ക്കോളാൻ അതേ വെച്ചോളാം. മമ്മിയുടെ ഫേവറേറ്റ് ഡെസേർട്ട് മൈസൂർ പാക്കാണ്. ആൻഡ് സൂപ്പർ. അത് മമ്മി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടേസ്റ്റ് പോലും ചെയ്യണ്ട. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ വെക്കുവോ? പൊളിയാണോ? പൊടിയുണ്ട്, ഗീയും ഉണ്ട്. മിക്സ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയുന്ന പോലെ. ഡാഡി കഴിക്കണ്ട കേട്ടോ, ഭയങ്കര ഷുഗറാ. ഡാഡി കഴിക്കരുതേ. ഇല്ല അല്ലേ? ഡാഡി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന്. ബാങ്കോക്ക് ബോയ്. ബാങ്കോക്ക് ഫാഷനിൽ ബാങ്കോക്ക് ബോയ്. അതെ, ഡാഡി ഷർട്ട് കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു കൗണ്ടർ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ജെഫ്രിൻ
ഇത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നല്ല തിരക്ക് അനുഭവപ്പെടുന്ന പോലത്തെ ഒരു ഫീല്. അത് തന്നെ. അത് സന്തോഷം തരുന്നുണ്ടോ മനസ്സിന്റെ ഉള്ളില്? അത് നല്ല സന്തോഷം തരുന്നു. അത് തന്നാ മതി. ഇതിലെന്താ തോന്നുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ എനിക്ക്. ഈ സന്തോഷം പ്രമാണിച്ച് ഞാൻ ബാംഗ്ലൂർ വരുന്നതായിരിക്കും ഒരു ട്രിപ്പിന്. പ്രിയനോട് പറയണം. ഇപ്പൊ പറയണ്ടേ? സന്തോഷം ആഘോഷിക്കണ്ട നമുക്ക്. ഇറങ്ങിയിട്ട് പറഞ്ഞാൽ കാർഡ് എടുക്കാം നമുക്ക്. ഏതാ? കാർഡ് എടുക്കാം. കാർഡും കാറും വേണം. ഇപ്പൊ എല്ലാം പ്രിയയുടെ ആയിപ്പോയി. ഒന്ന് വീഡിയോ എടുക്കണ്ട എല്ലാവരുടെയും. വാ ഒന്ന് നടന്ന് കാണണ്ടേ. ഇതെന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ഇവരുടെ പോകുമ്പോ ബ്രാൻഡ്സ് ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അവർ കറക്റ്റ് ഗ്യാപ്പ് കിട്ടിയാലേ സംസാരിക്കാൻ പറ്റൂ. ആൾക്കാർ ഫ്രീ ആവണം. നമ്മൾ സെയിൽസ് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഫ്രീ ഇമോഷണലായി എല്ലാ തവണയും ഒരു തവണയെങ്കിലും ഇമോഷണൽ പോയി. മലപ്പുറത്തുനിന്ന് വന്നിരിക്കുക. എന്തിന്? സപ്പോർട്ട് ചെയ്യാൻ 7 പേര്. അവർ നമ്മൾ കാലിക്കറ്റ് എക്സിബിഷന് വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പൊ രാവിലെ അവിടുന്ന് മലപ്പുറത്തുനിന്ന് വന്നിരിക്കുക. ആ ചേച്ചി 5 മാസം പ്രഗ്നന്റ്, ഒരു വയസ്സുള്ള കുട്ടിയുണ്ട്. നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ഉടനെ വേഗം വന്നേ പറ്റൂന്ന്. അവിടെ പ്രിയയുടെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞപ്പോ തന്നെ അടുത്തത് നമ്മുടെ രാജലക്ഷ്മി ചിരിയാൻ പേഴ്സണലി വാട്സാപ്പ് ചെയ്ത് വിളിച്ചു. എപ്പോഴും വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആദ്യമൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു വരാനൊക്കെ ആയിട്ട്, പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ട്. പക്ഷെ ഇത് വീണ്ടും ഇത്തവണ ട്രെയിൻ പിടിച്ച് ഒറ്റയ്ക്ക്, വേറെ എവിടെ ഒറ്റയ്ക്ക് പോകാത്ത ആളാണ്, ഒറ്റയ്ക്ക് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുക അല്ലേ? എല്ലാ എക്സിബിഷനും വരും. ഇനി എപ്പോഴും വരണം ഇതുപോലെ. എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല. എന്തൊരു ചമ്മല്. അല്ല, ഞാൻ എന്റെ എക്സിബിഷന് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു എന്താ പറയുക, ചമ്മലല്ല, ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. സുന്ദരി ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ആരാ മനസ്സിലായ? ജോർജിന്റെ അച്ഛനും അമ്മയും. അയ്യോ ഓ താങ്ക് യു. അതില്ലാതെ വരില്ലല്ലോ. പൊയ്ക്കോ, അവള് പൊയ്ക്കോ. ഞാൻ പെട്ടെന്ന് ജോർജിന്റെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഭയങ്കര സർപ്രൈസ് ആയി. വരാമെന്നോ? അടിപൊളി. പ്രിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്നതിന് ഒറ്റ ഉദ്ദേശമാണ്. എന്നോട് പറയേണ്ടി വന്ന ഞാൻ എന്നോട് വരില്ലെന്ന് വിചാരിച്ചു. എന്റെ ഒരു കണ്ണ് എപ്പോഴും നിങ്ങളുടെ അടുത്തായിരിക്കും. വന്ന് നിക്കുന്നു. ഇത് ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തോണ്ട് ഞാൻ കൊണ്ടുവന്നു. ഞാൻ ആദ്യം ചോദിച്ച ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നോന്ന്. മമ്മി ഭയങ്കര ഫുഡാട്ടാ, എന്തെങ്കിലും ട്രൈ ചെയ്യണം. ഭയങ്കര ഫുഡാ. സ്വിറ്റ്സർലൻഡിൽ ഫ്ലൈറ്റ് പിടിച്ചു വന്നത് വേർത്തായില്ലേ? വെറുതെ ആയില്ല. കണ്ടാ നമ്മുടെ ഫ്രീ മാർക്കറ്റില് ചൂട് കാരണം സംസാരിക്കാൻ പറ്റില്ല. ഫ്ലീ മാർക്കറ്റ് കാണാൻ വേണ്ടി സ്വിറ്റ്സർലൻഡിന്ന് ജോഗന്റെ അമ്മയും അച്ഛനും സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു വന്നു. അറിയോ? അത്രയും തള്ളണം പറയാ. ഫ്ലീ മാർക്കറ്റ് അടിപൊളിയായി പോകുന്നു. ജോജിന്റെ അമ്മയൊക്കെ വന്നപ്പോ മൂഡ് കുറച്ചുകൂടെ വൈബായി പോയി. അടിപൊളിയായിട്ട് പോകുന്നു. വേദു എഴുന്നേറ്റ് വിളിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റൈലായി നിക്കട്ടെ അപ്പ, അങ്ങനെയല്ല പറഞ്ഞേ, ഞാൻ സ്റ്റൈലായിട്ട് റെഡിയായി നിൽക്കും അപ്പ, വാ നമുക്ക് എന്റെ പിക്ക് എനിക്ക് വരണം. ഇവിടെ മറ്റേ രാവിലെ 2 പേര് അന്വേഷിച്ച് നടക്കുമായിരുന്നല്ലോ, നത്താശയും ചെറുതും ഒക്കെ. അപ്പൊ വേദുവിനും കൂടെ പിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കൊച്ചും. അപ്പൊ വേദും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈബ്. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ, ഫാമിലിയാണ് സെറ്റപ്പ്. വെൻഡേഴ്സ് ആണെങ്കിലും വരുന്ന ഓഡിയൻസ് ആണെങ്കിലും എല്ലാരും ഒരു ഫാമിലി സെറ്റപ്പാണ് നമുക്കിവിടെ. അങ്ങനെ ദില്ലു ഹലോ എന്റെ നേരിട്ടൊക്കെ അറിയാം, പക്ഷെ അതുപോലെയാണ് ഇവരുടെ സംസാരം. അത് കാണുമ്പോഴാണ് നമ്മുടെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ശരിക്കും അല്ലേ. എവിടെയാണ് സ്റ്റൈൽ ഡ്രസ് ഒക്കെ ഇട്ട് പുതിയ സ്റ്റൈലാട്ടോ. അയ്യോ അത് മാത്രം പൊങ്ങിപ്പോയി. അപ്പൊ സെറ്റ് ചെയ്ത് തരാം. പുതിയ സ്റ്റൈലാണ്. അപ്പൊ സെറ്റ് ചെയ്ത് തരാം. ജെഫ്രി ആണോ? ജെഫ്രി ഫേസ് പെയിന്റിംഗ് ഹൾക്ക് ചെയ്യായിരുന്നു. വെളിയില് വരെ സെറ്റപ്പാണ് കേട്ടോ. നമ്മള് ഡാഡിക്ക് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു. ഡാഡിക്ക് പേഴ്സണലൈസ് ഗ്രീറ്റിംഗ് കാർഡ്. കണ്ട, ഹാപ്പി ബർത്ത്ഡേ ഡാഡി. ഡാഡി 2 ദിവസമായിട്ട് ബർത്ത്ഡേ ആഘോഷം തീർന്നിട്ടില്ലല്ലോ. താങ്ക് യു മോളെ, താങ്ക് യു.
ആക്ച്വലി ഉണ്ടല്ലോ നമുക്ക് അധികം തിരക്കില്ലാത്ത ടൈമാണ് സാധാരണ. ഇറ്റ്സ് ലൈക്ക് ഒരു 2:45 ഒക്കെ ആണല്ലോ സാധാരണ. ഇനി ഒരു 4:30 ഒക്കെ ആകുമ്പോഴാണ് വരും. പക്ഷെ ഈവൻ നൗ നമ്മുടെ സ്റ്റാൾ വിടും, ബാക്കിയുള്ള സ്റ്റാൾസ് ആർ ഓൾ പാക്ഡ്. ഫുഡ്, സൽവാർ, ജ്വല്ലറി, ടോയ്സ്, ബാഗ്സ്, എവറിത്തിങ് ഇസ് ഗോയിങ് ഗുഡ്. അടിപൊളി, സൂപ്പർ. ഞാൻ ഈ തിരക്ക് മാത്രം കാണിച്ചുകൊണ്ടെങ്കിൽ ഞങ്ങളുടെ സന്തോഷം കൊണ്ടാണ് കേട്ടോ. ദിസ് ഇസ് വാട്ട് ദ ഫ്ലീ മാർക്കറ്റ് ഇസ് മെന്റ് ഫോർ. ഹലോ, ഇന്നൊക്കെ വന്ന് നമ്മുടെ ഓടിച്ചു തരും ഇപ്പൊ തന്നെ. പിന്നെ എപ്പൊ തന്നെ അടിച്ചു തരണ്ടേ? ഇവര് മലപ്പുറത്തുനിന്ന് വന്നതാണ്. ഇത് ആ കുട്ടി 9th സ്റ്റാൻഡേർഡിലാണ്. ബേക്ക് ചെയ്യും, കുക്ക് ചെയ്യും. ഞങ്ങളെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്, ഇതിന് മുമ്പും വിളിച്ചതാണ്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ഇത് ചിക്കന്റെ ഒരു സംഭവമാണെന്ന്. ആ കൊച്ച് 6ാം ക്ലാസ് തൊട്ട് നമ്മളെ വിളിക്കുക, ഞാൻ ഉണ്ടാക്കും, ഞാൻ എല്ലാം ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും വീട്ടിൽ പോകണം. പോണോ അല്ലേ? ഇത് അതാ കൊച്ചുണ്ടാക്കിയതാണെങ്കിൽ എന്തായാലും വീട്ടിൽ പോകണം. താങ്ക് യു. ഗ്രാൻഡ് എൻട്രൻസ് സെക്കൻഡ് ഡേ ആണ് വരാൻ തോന്നിയത്. എന്താ ഫസ്റ്റ് എന്നെ ഞാൻ വന്ന മൈൻഡ് പോലും ചെയ്യും. ഓ പിന്നെ നീ ഭയങ്കര ബിസി ഫോട്ടോഷൂട്ട്. ആരാ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നത്? അല്ല, അവന് ഞാനല്ലല്ലോ പ്രധാന, കസ്റ്റമേഴ്സ് അല്ലേ. കണ്ടിട്ട് ആരാ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക? എനിക്ക് ആ മൈൻഡ് ചെയ്യാത്തവരെ കാണുന്നത് അല്ലേ? അതെ, കയറുമ്പോ ആയിരിക്കും അടിപൊളിയാടാ. അറിയത്ത പോലെ ഇല്ല. സിമ്പിൾ ആണ്, പക്ഷെ വേറെ ലെവലുമാണ്. വേറെ ലെവലായി പോയി അല്ലേ? അപ്പൊ കേറിക്കോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു 1 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് വരുക. പൈസ ഇഷ്ടമായി അമ്മേനോടാണ് ഞാൻ ചോദിക്കണ്ടേ. പിന്നെ എക്സിബിഷൻ ആരാ തരണ്ടേ? അതെ, റെഡി പോ. ഞാൻ ചുമ്മാ എടുക്കും കേട്ടോ, പൈസ കൊടുത്തോ. ഒരു 4-5 എടുപ്പിച്ചോട്ടെ, തലയിൽ വെച്ച് കൊടുത്തോ. അങ്ങനെ വാങ്ങിച്ചിട്ട് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. മറക്കുവോ? ഓരോന്ന് പിടിച്ച് ഏൽപ്പിക്കുകയല്ലേ. അതന്നെ, ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്നാലും നാളെയും വരുമല്ലോ ഇവിടെ അല്ലേ? ഫംഗ്ഷനും കേട്ടാ, എല്ലായിടത്ത് പോയിക്കരുതേ. മുട്ടനടി. എന്താ കാര്യം? പ്രിയ ഒരു ഷോപ്പിൽ ഒരു മാനിക്വിനൊരു ഡ്രസ് ഇട്ടു, വിൽക്കാനാണ് ഡ്രസ് ഇട്ടിരിക്കുന്നത്. 2 പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം നേരത്തെ പോയി, ഡ്രോപ്പ് സെയിലിൽ പോയി. ഒരെണ്ണം മാനിക്വിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. മാനിക്വിൻ ഇടുന്നത് എന്തിനാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ആരെങ്കിലും അന്വേഷിച്ചത് വന്നാ ഇല്ല, സോൾഡ് ഔട്ട് ആണെന്ന് പറയണമെന്ന്. മാനിക്വിൻ ഒരു മാറ്റണ്ട, അതും ഇല്ല. അത് ഇപ്പൊ ഞാൻ എക്സിബിഷൻ കഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിച്ചു. അമ്മ ഒരു കൺട്രോളിലൊക്കെ. മനസ്സിലായ? ഇതാണ് രഞ്ജുവിന്റെ അനുജൻ. രഞ്ജുണ്ണെ കണ്ടിട്ടില്ല ആരും. ധന്യനെ അറിയാലോ? ധന്യനെ അറിയാം. ധന്യയുടെ ഹസ്ബൻഡിന്റെ അനിയൻ. ഇപ്പോഴാണ് ഞാനൊക്കെ ഔട്ടായി. നീ കല്ലുവല്ലി നോക്കാൻ പോയതായിരുന്നു. കഴിഞ്ഞോ? ലാസ്റ്റാ. ബെസ്റ്റ്. വേണ്ട, കഴിച്ചോ. ന്യൂട്ടല്ല ഫിലാവ. വേണ്ടി മേടിച്ചപ്പോ നമ്മള് പൊട്ട. എടോ, ഞങ്ങളൊക്കെ അങ്ങനെ ഭാര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ. ഞങ്ങൾക്ക് ഭാര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം. ഞങ്ങളുടെ ശ്വാസം വരെ ഭാര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് ഞാൻ റെക്കോർഡ് എന്ത് ഈ ജെഫ്രിനുണ്ടല്ലോ, മിക്കവാറും എന്നെയും ദില്ലുനെയും കൊണ്ട് മേരിയാനെയും അങ്കിനെയും കൊണ്ട് ഡിവോഴ്സ്. അന്ന് ഞങ്ങള് ഡാഡി പറയും, നമുക്കൊരു സെറ്റിൽമെന്റിൽ എത്താം, അത് മതി, കേസും കോടാലിക്കൊന്നും പോകണ്ടെന്ന്. നമ്മളിത് കസ്റ്റമേഴ്സ് ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാണ്. നമ്മുടെ ഗ്യാങ് ആണല്ലോ മൊത്തം, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇരിക്കട്ടെ, നമുക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ഭാഗ്യമുണ്ട്. നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ടീംസാണ് എപ്പോഴും. ഓക്കെ ആയാ? ഫുൾ ട്രെയിൻ ചെയ്താ? ഫുൾ ട്രെയിൻഡ് ആയാ? പറഞ്ഞു തന്നു. എന്റെ പേര് പറഞ്ഞില്ല. എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലായി. പറഞ്ഞ് പഠിപ്പിച്ചേട്ടോ. പക്ഷെ അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ എന്ന് കാണുന്നവരെ നേരിട്ട് കണ്ടൊരു ഫാമിലി പോലെ വന്ന് വന്നതിൽ ഒരുപാട് താങ്ക്സ്. ഡ്രൈവ് ചെയ്ത് വന്നതാ, മറ്റേ 100-110 നോക്ക്. ഞങ്ങൾ ചോദിച്ചാൽ ബാങ്കോക്ക് ഫാഷൻ ഇട്ടോണ്ട് വരും. ഞാൻ എപ്പോഴും അതെ, എപ്പോഴും പറയും അവിടെ ബാങ്കോക്ക് ഫാഷന്റെ ഫസ്റ്റ് കസ്റ്റമർ ആണ്. എക്സിബിഷനും വരും, ലൈനില് എപ്പോഴും ഇട്ടോണ്ടാ വരുന്നത്.
അപ്പൊ ഗൈസ് എല്ലാവരും ഉണ്ട്, എല്ലാവരും പയ്യെ ക്ലോസ് ആണ്. നമ്മൾ കസ്റ്റമേഴ്സ് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ 8 o'clock വരെ ഉള്ളൂ. ഇപ്പൊ സമയം 8:20 ആയി. എന്നാലും നമുക്ക് ഒരു മാക്സിമം എല്ലാവർക്കും സെയിൽ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചും കൂടി നീട്ടിയിരിക്കുവാണ്. ഏറ്റവും അടിപൊളിയായിരുന്നു. നമ്മുടെ റിലേറ്റീവ്സും അങ്ങനെ നമുക്ക് അറിയാതെ കുറച്ച് പേര് വന്നു. അമ്മ വന്ന് ഫുൾ തിളങ്ങി നല്ല പർച്ചേസ് ആയിരുന്നു. ഞാനാണ് സ്പോൺസർ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി Day 2 കഴിഞ്ഞു. നാളെ ഫൈനൽ ഡേ ആൻഡ് ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ബി ആസ് ഗുഡ് ആസ് Day 1 and Day 2. അടിപൊളിയായിരിക്കും അത് തന്നെ. അപ്പോൾ സി യു ഓൺ Day 3 ഓഫ് OHF ഫ്ലീ മാർക്കറ്റ്. സോ ഗായ്സ്, വെൽക്കം ടു അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ. ഇന്ന് ഞാനും വേദും കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. വേദു ബാ, പ്രിയ ഓൾറെഡി പോയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് 2 days പോലെ തന്നെ ലാസ്റ്റ് ഡേയും അടിപൊളിയായിരിക്കും. എന്താ ആൻഡ് അടുത്തത് നമ്മൾ കാലിക്കട്ട് വരുന്നതായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു വർഷം നമ്മൾ മൊത്തം എല്ലാവർക്കും അടിപൊളിയാവും വിചാരിക്കുന്നു. സ്വിറ്റ്സർലൻഡിൽ പോകണം എന്ന് പറഞ്ഞിരിക്കും കേട്ടോ വേദു. ഇന്നലെ ജോർജിന്റെ അച്ഛനും അമ്മനെ കണ്ട്. പിന്നെ വേദു ഇന്ന് മാരോ ഡ്രസ്സൊക്കെ ആയിട്ട് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാം അല്ലേ? വേഗം പോവാം. ഹാപ്പി മദേഴ്സ് ഡേ. ഞാനല്ലേ പറയണ്ടേ? മമ്മിക്ക് വിഷ് കിട്ടിയോ? മമ്മി എനിക്ക് വിഷും കിട്ടി. എനിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുതന്നു. എന്താ എനിക്ക് ഗിഫ്റ്റ് തരാൻ പോലെ എന്ത് വേണം മമ്മി? ഇത് ബാക്കി കിടക്കും, ഇഷ്ടമുള്ള എടുത്തോ. ഏതാ ഞാൻ പറഞ്ഞേ മമ്മി ഇഷ്ടമുള്ള എടുത്തോ മമ്മി. 1000 രൂപയ്ക്ക് താഴെ ബാങ്ക് ഓഫ് ഫാഷനും വേണ്ട വേണ്ട. ഞാൻ അവിടെ നിന്ന് എവിടെന്നെങ്കിലും എടുത്തോളാം. എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് വരും. അതെ, പിന്നെ നിങ്ങൾ കൊടുക്കുക. ഡൺ. എല്ലാവർക്കും ഇപ്പൊ എന്റെ ടീഷർട്ട് ഒരു വാങ്ങണം. അതാണ് ഡാഡിയും പ്രിൻസും പ്രിയയും ജെഫ്രിനും ജെഫ്രി ഓഫ് ഫ്രണ്ടിൽ ഈ ഭാഗത്തായിട്ട് 25% എഴുതി കഴിഞ്ഞാൽ 25% ഓഫ് വന്ന് വരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ ഓഫ് വൈറ്റിന്റെ ടീഷർട്ടിനാണ് ഇവരിങ്ങനെ കളിയാക്കുന്നത്. പക്ഷെ നല്ലതായിരിക്കും കേട്ടോ. എന്ത് ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും എഴുത് പിടിക്ക. എന്റെ നെഞ്ചത്ത് തന്നെ എഴുത്. എല്ലാം നമ്മള് ഫിലീസിന്റെ അവിടുന്ന് കൊണ്ടുവന്ന എല്ലാം കഴിഞ്ഞു. ഇന്നലെ രാത്രി 4 മണി വരെ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് 7 മണിക്ക് റെഡിയായി വന്നതായിരുന്നു. അതിന്റെ കൂടെ ഇന്നലെ മാംഗോന്റെ ഒരു സംഭവം കണ്ടുവന്ന്, അതുകൊണ്ടൊന്ന് ഇന്നലെ രാത്രി ട്രൈ ചെയ്ത് ഉറക്കത്തിന് തോന്നിയ ഐഡിയ ആണ്. ട്രൈ ചെയ്ത് സ്വീറ്റ് സമൂസ, അകരത്ത് മാംഗോ ആൻഡ് ക്രീം ചീസ് ആണ്. കണ്ട? ഒയ്യോ, ഇത് ശരിക്കും മിസ് ചെയ്ത് അന്തും ഏരിയാനായിരിക്കും കേട്ടാ. ആ കൂടെ മാറ്റി വെക്കാൻ പറ്റില്ല, നടക്കില്ല. കറക്റ്റ് ഇനിയില്ലല്ലോ, ഇനിയില്ല. മാറ്റി വെക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ആര്? അവര് ഭയങ്കര, അതും മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചാവുന്ന വരാ. ആർക്ക്? ഓ മേരിയാൻ ഭയങ്കര മേരിയാൻ ഫാനാണോ? അതെ, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുവാന്ന്. ഇന്ന് പ്രിയയുടെ ബാങ്ക് ഓഫ് ഫാഷൻ ഭയങ്കര റിവ്യൂ ആണ്. പക്ഷെ എന്റെ ഷൂ നോക്കും പ്രിയ, അതാണ് സംഭവം. ഇന്നത്തെ ഷൂ ഡെഡ് ബെയർ ആണ്. വിശ്വാസല്ലെങ്കിൽ മണത്ത് നോക്ക എന്റെ ഷൂ. എന്റെ ഭാഗ്യമാണ്. വേദുവിന്റെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു. ഹായ്, കോയമ്പത്തൂർന്ന് വന്നാണ്. നമ്മളെ കോയമ്പത്തൂർ വിളിച്ചിട്ടുണ്ട് കേട്ടാ. ഞങ്ങളെ അയ്യോ, എന്നെയും കൂടെ വിളിക്കാൻ ഇനി തെളിവുണ്ട്. താങ്ക് യു. വേദുവിന് കിട്ടിയ ടോയോ എല്ലാവർക്കും അല്ലെങ്കിൽ ഇടി കൊണ്ടോണ്ടിരിക്കും. ഞാൻ എന്നോട് ഇതും കൂടെ മതി. ഇടിയാ. വേദുവിനെ വിളിക്കുന്നു. ഹായ് പറ. ആരാന്ന് പറ വേദു, പറ ആരാന്ന്. ഓ, വേദുവിന്റെ സ്പൈഡർമാനാണ്. അവിടെ പെയിന്റ് ചെയ്താണോ? നോക്കട്ടെ. ഓ സൂപ്പർ. ഡാഡി ഷർട്ട് കളക്ഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ബാങ്കോക്കിൽ നിന്ന് ഷർട്ട് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റോറി വെക്കുന്നു. അതെ, അടുത്ത പ്രാവശ്യം ചെയ്യും. ഡാഡി തന്നെ മോഡലും അല്ലേ? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡാഡിയുടെ ഷർട്ട് എവിടെ കിട്ടും. ഇമ്പോർട്ടിങ് കിട്ടും അല്ലേ? ഒരു എപ്പിസോഡ് ഡാഡി ഷർട്ട്സ് കാണും. ഓക്കെ, രാവിലെ മുതല് വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡമാൻ എന്നാണ് ചേട്ടനെ കണ്ടില്ല എന്ന് പറഞ്ഞു. ആ കാലപ്പാനി ജയിലുണ്ടെങ്കിൽ പ്രിയനെ പിടിച്ച് അവിടെ ഇടായിരുന്നു കുറച്ച് ദിവസം അല്ലേ ജെഫ്രി? സോറി കേട്ടാ, ഞങ്ങൾ ഫുൾ ഓട്ടത്തിലായിരുന്നു. അപ്പൊ ഫോട്ടോ എടുക്കാം. ആൻഡമാനിലേക്ക് വരണം നമ്മള്. 2 days ഉള്ളൂ. ഭയങ്കര ചൂടാന്ന്.
നല്ല വെയിലാണ്. കൊട 2 കൊട ഇട്ട് വരണം. ഫോട്ടോ എടുക്കാം. ഫ്ലൈറ്റിൽ പോവല്ലോ. അതെ അതെ. നമ്മുടെ സ്നാക്ക് ബൈറ്റ്സ് ഫൗമി ഇത്തവണ ബാക്ലാവ കുനാഫയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിക്ക് കുറെ പരിഭവം പറയാനുണ്ട്. പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഇവര് ഹജ്ജിന് പോവാ, സിസ്റ്ററൊക്കെ, അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരു കയ്യില് കുഞ്ഞും. പ്രിയനെ കാണാത്തോണ്ടാന്ന്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം ഉറപ്പല്ലേ? പിന്നെ നമ്മുടെ ഒരു കടവും, ഒരു ബിരിയാണി കട ഉണ്ട്. ഒരു കിടില മട്ടൻ ബിരിയാണി, ആലപ്പുഴയിലെ ബെസ്റ്റ് മട്ടൻ ബിരിയാണി നമുക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി ഉണ്ടാക്കി തരും. അതെ, ഞങ്ങൾ ആലപ്പുഴ വന്നിരിക്കും. അച്ഛന്റെ അച്ഛനും അമ്മയും വന്നിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്താതെ വിട്ടു അല്ലേ? ഞാൻ പരിചയപ്പെട്ടില്ല, അപ്പോഴേക്കും പോയി. ആണോ? പ്രിയയുടെ വാട്ടർ ബോട്ടിൽ ആരും കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരിക്കലും മാറിപ്പോവാതിരിക്കാനാണ് ഈ സംഭവം. 1/2 കിലോ ലിപ്സ്റ്റിക് ഇതിലുണ്ട്. നമ്മുടെ എക്സിബിഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് ക്ലോഗ്സ് കാണാത്തവര് ഫസ്റ്റ് ടൈമിന് ഇന്നൊന്ന് ലേ ഔട്ട് വാട്ട് ടു എക്സ്പെക്ട് ഫ്രം OHF ഫ്ലീ മാർക്കറ്റ് എന്ന് കാണിക്കാം. ആദ്യം തന്നെ ഓബ്വിയസ്ലി നമ്മുടെ തായ്ലൻഡിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് ക്ലോത്ത്സ് കാണും. അതെ, ബാങ്കോക്ക് ഫാഷന്റെ കളക്ഷൻസ് കാണും ഡയറക്ട്ലി ഫ്രം ബാങ്കോക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഡീകോർ ആണ്. ഡീകോർ ഉണ്ട്, അതുപോലെ തന്നെ ജ്വല്ലറീസ് കാണും. പിന്നെ സൽവാർസ്, എസ്പെഷ്യലി നമ്മള് എല്ലാ സൽവാർസും വെറൈറ്റി വെക്കാൻ നോക്കും. ചിക്കൻ കറി കാണും, അല്ലാതെ കാഷ്വൽ സൽവാർസ്, പാർട്ടി വെയർ സൽവാർസ് കാണും. പിന്നെ നമ്മുടെ ജൂത്തിക്സ് ഉണ്ട്, ചെരുപ്പുണ്ട്, ബാഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ കിഡ്സ് വെയർസ് എപ്പോഴും കാണും. എല്ലാം വുമൺ ഓൺട്രപ്രണേഴ്സ് ആണ്. കിഡ്സിന്റെ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ പ്രൊഡക്ട്സ് ഒക്കെ കാണും. പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ്, ഇതൊക്കെ നമ്മുടെ ഷോപ്പിലും കാണുന്ന ഐറ്റംസ് ആണ്. സോ ഫുഡ് ഐറ്റംസ് കാണും. നമുക്കിപ്പോൾ സ്ഥിരമായിട്ടുള്ളതാണ്, വളരെ നീഷായിട്ടുള്ള സംഭവമാണ് ചോക്ലേറ്റ്. അതും ഞാൻ പറഞ്ഞ പോലെ ഫാം ടു ടേബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലുള്ള ചോക്ലേറ്റ് സ്പ്രെഡ്സ്. പിന്നെ നമ്മുടെ ഹോം ബേക്കേഴ്സ് കാണും, അത് കമ്പൽസറി ആണ്. ഇത് നമ്മുടെ സാരി ബ്രാൻഡ്സ് കാണാറുണ്ട് അല്ലേ? പിള്ളേരില്ല, ഇന്ന് പിള്ളേരെ വിട്ടിട്ട് വന്നു തോന്നുന്നു. വരും. നമ്മുടെ എക്സിബിഷനിൽ കൂടെ വളർന്ന കുട്ടിയുടെ അമ്മയാണ് നൈലയുടെ അമ്മയാണ് മേഘ്ന, ബാംഗ്ലൂരിലാണ്. അതെ, നമ്മുടെ കാട്ടി കൂടുതൽ ഇപ്പൊ വേദുവാണ് ഇവരുടെ ഫ്രണ്ട്സ് ആയിരിക്കുന്നത്. പിന്നെ സാരീസ്, സൽവാർസ് ഇതൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. പാർട്ടി വെയർ സാരീസ്, അതുപോലെ തന്നെ ഇപ്പൊ സൽവാർസും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതും നമ്മുടെ ഷോപ്പിലുള്ള ബ്രാൻഡാണ് അമ്മാസ് പിക്കിൾ. നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഇവരുടെ പുതിയ ഐറ്റം റോസ് മിൽക്ക് ആണ് അല്ലേ? മൈസൂപ്പ. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് കുട്ടികളുടെ ഐറ്റംസ് എപ്പോഴും കാണും. കുട്ടികളുടെ ഐറ്റംസ് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും കൂടെ ഉള്ളതാണ് ഡീകോർ ബ്രാൻഡ്സ് കാണും. ബെഡ്ഷീറ്റ്സ്, കംഫർട്ടേഴ്സ്, ക്രോക്കറീസ്, കേർട്ടൻസ് വരെ ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി അത് വേണം പ്രിയക്ക് നോട്ടം ഇട്ടിരിക്കുന്ന സാധനം. ബോയ്സ് കളക്ഷൻ കാണും, ഗേൾസിന്റെ കാണും അല്ലെ? കിഡ്സിന്റെ കുറെ കളക്ഷൻസ് എപ്പോഴും നമ്മുടെ എക്സിബിഷൻസ് സ്ഥിരം വെക്കാറുണ്ട്. മമ്മി അവിടെ എത്തിയോ? ബൈ 1 get 1 ഫ്രീന്റെ ഓഫറില ഇപ്പൊ അനൗൺസ് ചെയ്തേ ഉള്ളൂ. മമ്മി നമ്മുടെ ഫ്രീ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇന്നലെ ഫുഡിന് മേടിയാനായിരുന്നു. നമ്മുടെ ഷോപ്പിൽ കാണും, എക്സിബിഷനിലുള്ളതാണ്. കോസ്മെറ്റിക്സ് എല്ലാം 100% ഓർഗാനിക് കോസ്മെറ്റിക്സ് ആണ്. പിന്നെ കഫ്താൻസ്, കുർത്തീസ്, നല്ല സൽവാർസും ഉണ്ട്. ഇപ്പൊ അൺസ്റ്റിച്ച്ഡും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ എക്സിബിഷനിൽ ഒരു സ്ഥിരം എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് വരാം. പിന്നെ നമ്മുടെ കിഡ്സ് ബ്രാൻഡ്, ഇതും നമ്മുടെ ഷോപ്പിലുണ്ട്, എപ്പോഴും ഉള്ളതാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ? ഇങ്ങനത്തെ കിഡ്സ് ബ്രാൻഡും ഉണ്ട്. പിന്നെ ഡീകോർ എപ്പോഴും കാണും, പറയണ്ട. ഓൾവേസ് പീസ്. കാണിക്കാൻ പറ്റില്ല, തിരക്കാണ്. മമ്മി മുമ്പിൽ തന്നെ നിക്കുന്നുണ്ട്. മമ്മി എനിക്ക് മനസ്സിലായി, ഓടി വരുന്നു. ഞാൻ നോക്കി വെച്ചത് പോയി. ഇവിടെ ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് ബൈ 1 get 1 ഫ്രീ ഞാൻ ഇപ്പൊ അനൗൺസ് ചെയ്തേ ഉള്ളൂ. മമ്മി ആദ്യം ഓടിയെത്തി. പിന്നെ ഡീകോർസ് എപ്പോഴും നമ്മുടെ ബ്രാൻഡ് കാണും. ഇത് ഹാർഡ് ഡീകോർ എന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഡെയിലി കാഷ്വൽ വെയർ അഫോർഡബിൾ സൽവാർസ് ഒക്കെ രാജസ്ഥാനി പ്രിന്റ്സ് ഉള്ളത്. പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് സൽവാർസിന്റെയും ജ്വല്ലറീസിന്റെയും ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് എപ്പോഴും കാണും.
കിഡ്സ് വെയർ ബ്രാൻഡ് ഉണ്ട്. ഇത് നമ്മുടെ ഷോപ്പിലേക്കും ഉടനെ വരുന്നതായിരിക്കും കിഡ്സ് വെയറിന്റെ. ഇവിടെയും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിഡ്സ് ഔട്ട്ഫിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഡെയിലി വെയർ കാഷ്വൽസും കുർത്തീസും കാണും. ഉണ്ട്, ഷർട്ട് ഡ്രസ്സസും ഉണ്ട്, കോഡ് സെറ്റ്സ് ഇടയ്ക്ക് വന്നു. ഓക്കെ, ഇതും ജയ്പൂർ പ്രിൻസിന്റെ ഔട്ട്ഫിറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ സ്ഥിരം എക്സിബിഷനിലുള്ള ബ്രാൻഡ് ആയിരിക്കും. മെറ്റേണിറ്റി വെയർ എന്ന് പറയാൻ പറ്റില്ല. കംഫർട്ട് വെയർ ഇപ്പൊ നമ്മളത് മാറ്റി കംഫർട്ട് വെയർ ആക്കിയിട്ടുണ്ട്. തോന്നൂല, മെറ്റേണിറ്റി വെയർ മാതിരി തോന്നൂല. അപ്പൊ ഇവർക്ക് കംഫർട്ട് വെയറും ഇതുമാതിരത്തെ ബോട്ടംസും എക്സിബിഷൻ ഇത്തവണ ഇവരുടെ ടോപ്പ് സെല്ലിംഗ് ബോട്ടംസ് ഇഷ്ടമാതിരി പോകുന്നുണ്ടോ? ബ്രാൻഡ് അംബാസിഡേഴ്സ് തന്നെയാണ്. മോഡൽസും ബ്രാൻഡ് അംബാസിഡേഴ്സ് ഓണേഴ്സ് ഒക്കെ ഒന്നാണ്. കൽക്കട്ട സാരീസ് ആണ്. അപ്പോ ഇവരുടെ നമ്മളെല്ലാത്തിന്റെയും ഡിഫറെന്റ് ആയിട്ടാണ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുള്ളത്. ആൻഡ് ന്യൂ ബോൺ ബേബീസിന്റെ കളക്ഷൻ. അയ്യോടോ, ഇതൊക്കെ നോക്കുന്നത് ക്യൂട്ടാ. സാരീസിന്റെ സെക്ഷനിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത ടസർ സിൽക്കിന്റെ ആണെങ്കിലും ഇത് സൽവാർ സെറ്റ് ആണ് അൺസ്റ്റിച്ച്ഡ് അല്ലേ. സാരീസ് ഇത് ഇങ്ങനത്തെ ടിഷ്യൂലുള്ള സാരീസ്, നല്ല കളറ്, നല്ല സാരീസ്, ഇങ്ങനത്തെ ടിഷ്യൂ സാരീസ് ഉണ്ടാവും. അതെ, എന്തായാലും മനസ്സിലായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള എന്തെങ്കിലും നിങ്ങളുടെ പാറ്റേൺസിലുള്ള ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും കളക്ഷൻസ്. നമ്മൾ മിസ്സായി പോയത് ജെൻസിന്റെ, അത് അവർ സ്ഥലത്തില്ലാതെ പോയി. പിന്നെ ബാക്കിയുള്ള ബ്രാൻഡ്സ് നമുക്ക് അത്രയും ബോധിച്ചില്ല, അതുകൊണ്ടാണ് നമ്മൾ എടുക്കാതിരുന്നത്. ഇതുപോലെ കണ്ട എന്ത് വെറൈറ്റിയാ നോക്ക്, ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉള്ള സംഭവമുണ്ട്. ഇതൊക്കെ പ്രിയ കാഷ്വലി ഇടുന്ന പോലത്തെയാണ്. നൈസ്. അപ്പൊ ഇതാണ് നമുക്ക് ഓച്ച ഫ്ലീ മാർക്കറ്റിന്റെ ബേസിക് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇത്തവണ മിസ്സായി പോയത് ഉണ്ണിയപ്പത്തിന്റെ കൗണ്ടർ നമുക്ക് വെക്കാൻ പറ്റില്ല, അവർക്കൊരു വേറെ ഫംഗ്ഷൻ ആയി പോയി. അതുപോലെ നല്ല മസാലപ്പൊടിയുടെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മെൻസിന്റെ ഇതാണ് ഞങ്ങൾക്ക് ഇത്തവണ മിസ് ചെയ്തത്. ഹോപ്പ്ഫുള്ളി കാലിക്കറ്റ് നമ്മൾ വരുമ്പോൾ ഇതും ഇതിന്റെ കൂടെ കുറെ അടിപൊളി ബ്രാൻഡ്സ് ആയിട്ട് നമുക്ക് വരാം അല്ലേ. ഇപ്പൊ ബാങ്കോക്ക് ഫാഷൻ ആണോ? എന്താ ശില്പ ഇവിടെ വരുമ്പോ ആൻസിയൊക്കെ എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? ഒരു ആത്മാർത്ഥത ഇല്ലാത്ത. എന്നെ നോക്കോ, പ്രിയനെ നോക്ക്. പിന്നെ സഹാലയ്ക്കും ഉണ്ട് ആത്മാർത്ഥത. അറ്റ്ലീസ്റ്റ് ഒരു ഹാപ്പി സ്റ്റോറിന്റെ എങ്കിലും ഉണ്ട്. ഇനി തൊട്ട് സഹാല നെക്സ്റ്റ് എക്സിബിഷന് വരുമ്പോ ബാങ്കോക്ക് ഫാഷന്റെ ഡ്രസ്സ് 3 ദിവസത്തേക്ക്. ഓക്കെ, നിങ്ങൾ എല്ലാരും ബാങ്കോക്ക് ഫാഷൻ തന്നെ ഇടുക. അത് പറ്റില്ല. അതൊക്കെ അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് 8 o'clock ആയി. എന്നാൽ ആൾക്കാരുണ്ട്. ബെസ്റ്റ് ആളാ നിക്കുന്നത്. ആള് പോവാ, ബാംഗ്ലൂർ പോവാ. വിഷമത്തിലാണ്. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ പോവാൻ വിഷമമാണ്. നമുക്ക് പോണ്ടേ, നമ്മള് മറ്റേ 2-3 നല്ല ട്രിപ്പൊക്കെ അന്തുമായിട്ട് പ്ലാൻ ചെയ്തല്ലോ. ഇനി എന്ത് ഒരാഴ്ച മുമ്പ് പറയണമെന്നുള്ളൂ. അപ്പൊ ഓക്കെ, കാണാം. എപ്പോഴെങ്കിലും കാണാം. ഇനി എപ്പോഴെങ്കിലും കണ്ടോണ്ടിരിക്കണല്ലോ, ശരിയാവില്ലല്ലോ. ലാസ്റ്റ് ഒരു റിച്വൽ പോലെ പ്രിയ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. പ്രിയ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്കൊരു 50 വയസ്സാവുന്നതിന് മുമ്പ് 50 വയസ്സാവുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ ഷീറ്റില് ഒന്ന് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. നടക്കുവോ? എന്തിനാ കളർ അറിഞ്ഞിട്ട് എന്തിനാ, മെറ്റീരിയൽ അറിഞ്ഞിട്ട് എന്തിനാ? സെലക്ട് ചെയ്യണം. എന്ത് ഇത് വേണോ? ഇത് വേണോ? എന്തിനാ കൂട്ടി വെക്കാൻ? ഇതല്ലേ നമ്മുടെ ആ ബാക്കിലത്തെ നോക്ക്. ഞാൻ ഉറപ്പായിട്ടും ആണല്ലോ. ഇന്ന് രാത്രിയല്ല, ഇന്ന് വേണ്ട. ഓക്കെ, ഇട്ടിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ഒരു ദിവസം നോക്കുമ്പോ ഇവിടെ കിടക്കുന്നില്ല. ഓക്കെ, നമുക്ക് പാർട്ടിങ് ഗിഫ്റ്റ് തന്നോണ്ടിരിക്കുവാണ്. ഇത് വേദൂരാണ്. എനിക്ക് തോന്നുന്നു എന്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇതാണല്ലേ. ഓക്കെ, ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇത് ഇവ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. ഇത് വെറുതെ വെള്ളം റെയിൻകോട്ട് പോലെ പോലല്ലോ, വെറുതെ പോവും. ഇത് കണ്ട 3D പ്രിന്റഡ് പോലെയാണ്. സോ ഫുള്ളി കവേർഡ് ആണ്. കണ്ട വൈസർ പോലെ നിൽക്കും. ഇവിടെ സൺഷെയ്ഡ് പോലെ അതുപോലെ നിൽക്കും. അതിനിത് പോഞ്ചാണ്. സൈസ് ഒന്നും വലിയ മണ്ണോ അതൊന്നും ഒരു വിഷയമല്ലല്ലോ. അത്യാവശ്യമാണ്. ഇത് നല്ല മഴയും കൂടെ വരാൻ പോവാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഈസിലി ഫോൾഡബിൾ ആണ്.
അത്യാവശ്യമല്ലേ ഇത് this is a full set. അങ്ങനെയാണ്. പ്രിയ നമ്മുടെ ഒരു ചെടിയും കൂടെ സൂക്ഷിക്കാനുണ്ട് ചിയയുടെ. ചീയയുടെ. ആ ഓക്കെ. നമ്മുടെ ഷോപ്പിലെല്ലാം ഇത് വാടാതെ സൂക്ഷിക്കണം, കാരണം അത്രയും മെയിൻ്റനൻസ് ഇല്ലാത്ത ചെടിയാണ്. ആണോ? വെള്ളമേ 3 ആഴ്ച വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളമേ ഒഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇത് കാക്ടസ് ഒന്നും അല്ല. ഇത് സ്പ്രേ ചെയ്താൽ മതി. ഞാൻ എന്റെ കയ്യിൽ ഒരു ചെടി കിട്ടിയിട്ടുണ്ടല്ലോ, ഞാൻ വെള്ളം ഒഴിച്ച് എന്നെ നശിപ്പിക്കും. അതാണ് പ്രശ്നം. അങ്ങനെ 3 ദിവസത്തെ അംഗം കഴിഞ്ഞിരിക്കുകയാണ്. എവ്രിവൺ ഈസ് ഗോയിങ്. ആക്ച്വലി നമ്മളെ എക്സിബിഷൻ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, പക്ഷെ പോകുമ്പോൾ ഒരു വിഷമമാണ്. കാരണം ഒരു ഫാമിലി ഫീലിംഗ് ആണ് നമുക്കും, അല്ലേ? സംഭവമാണ്. എന്തായാലും ഇനി റിലാക്സ് ടൈം ഇല്ല. ഷോപ്പിലേക്ക് കുറെ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, ഒരു ദിവസം റെസ്റ്റ് ആൻഡ് ദെൻ ബാക്ക് ടു നോർമൽ. 1 വീക്കാ. പിന്നെ എന്തോന്ന് ഇത്, ഒരു ദിവസം ഷോപ്പിന്റെ, അത് കഴിഞ്ഞിട്ട് വ്ളോഗിങ്, ട്രാവലുണ്ട്, കുറെ പരിപാടികളുണ്ട്. ഓക്കെ, അപ്പൊ ഹാപ്പി 3 days, ഹാപ്പി, സൂപ്പർ ഹാപ്പി. ബൈ 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 മമ്മി, ബൈ ബൈ ബൈ. ഇനി അടുത്ത എക്സിബിഷന് കാണാം, അല്ലേ? അപ്പൊ വൺസ് അഗൈൻ ജസ്റ്റ് വാണ്ട് ടു പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തപോലെ തന്നെ പേഴ്സണലി താങ്ക് ചെയ്യണം. ഒരുപാട് പേര് ഫ്രം കാനഡ, അയർലൻഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ, മുംബൈ, ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്ന് സപ്പോർട്ട് ചെയ്തതും പ്ലസ് ഓബിയസ്ലി നമ്മുടെ ഈ അടുത്തുള്ള ആൾക്കാർ എല്ലാവരും കൂടെ വന്നുകൊണ്ടാണ് നമുക്ക് എക്സിബിഷൻ ഇത്രയും നന്നായി നടത്താൻ പറ്റിയത്. ഇറ്റ്സ് എ ബിഗ് തിങ്, ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് ഫോർ us ആൻഡ് ദ ബ്രാൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഹിയർ. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സോ ഹാർട്ട് വെൽ താങ്ക് യു ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദീസ് 3 days ഓഫ് വ്ളോഗ്. നമുക്ക് ഇനി കുറേ അടിപൊളി വ്ളോഗ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആയിട്ട് കാണാം. OHF സ്റ്റോറിലേക്ക് എല്ലാവരും വരിക. OHF സ്റ്റോറിൻ്റെ ലൊക്കേഷൻ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.